അയ്യോ ഹലോ ഹലോ, എന്താ ഡിപ്രഷൻ അടിക്കുന്നുണ്ടോ? തണുത്ത വെള്ളം ഉണ്ടേ 2 അടിക്കാം. അതല്ല, ഞാൻ വിൽസ്. ഞാൻ പാവപ്പെട്ടവനാ, ബീഡി. ഞാൻ ഡോക്ടർ വിൽസ്. ഞാൻ വന്നപ്പോ തൊട്ടേ നിങ്ങൾ അനാട്ടമി നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അയ്യേ, നിങ്ങൾക്ക് അനാട്ടമി ഇല്ല, അതെ നോക്കിയപ്പോ എന്റെ അനാട്ടമി നിങ്ങൾ നോക്കൂ. മനുഷ്യ, നിങ്ങളുടെ ശരീരഘടന നോക്കിക്കൊണ്ടിരിക്കുവാന്ന്. ഞാനൊരു മാനസികാരോഗ്യ വിദഗ്ധനാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ചിലപ്പോ ദേഷ്യം വരും. ഒരു കാര്യം, ചെറിയ പൊടിക്കൈകളുണ്ട്, ചിലപ്പോ ഞാൻ മാറ്റി തരാൻ വേണേ. ചില പൊടിക്കൈയും വേണ്ട, ഒരു വാഴക്കയും വേണ്ട, എനിക്ക് എന്റെ വീട്ടിൽ പോകണം. നിങ്ങൾ ചുമ്മാ പോ. അത് കൊള്ളാമല്ലോ. മാനസിക സാറേ, സാറേന്നൊന്നും വിളിക്കണ്ട. സാറേന്ന് വിളിച്ചു. പിന്നെ ഞാനേ, എനിക്ക് എപ്പോഴും അങ്ങ് ദേഷ്യം വരും. എന്നാ പിന്നെ അത് പറ. ഈ ദേഷ്യക്കാരനായതുകൊണ്ട് തന്നെ ഗൾഫിലെ എന്റെ ജോലി പോയി. ദേഷ്യക്കാരനായതുകൊണ്ട് ഗൾഫിലെ ജോലി പോയെന്നു? ദേഷ്യം വരുന്നു. മനസ്സിലായി. ദേഷ്യക്കാരനായതുകൊണ്ട് നിങ്ങളുടെ ജോലി പോയെന്നല്ലയോ? റിലാക്സ്. ഒരു കാര്യം ചെയ്യ്, ഇവിടെ വന്നിരിക്കേ, ഇരുന്നിട്ട് സംസാരിക്കാം. നിങ്ങളുടെ പേരെന്തുവാ? ഇരിക്കുന്നിടത്ത് ഉണ്ണി. ഇരിക്കുന്നിടത്ത് ഉണ്ണിയാണ് ഇരിക്കണ്ടേ, ചിലപ്പോ വേദന വരുമായിരിക്കും. മനസ്സിലായി. ഇരിക്കുന്നിടത്തെന്ന് പറഞ്ഞ വീട്ടുപേരുള്ള ഉണ്ണിന്ന് പേരുള്ള ആണല്ലോ. അത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ജോലിക്ക് പോയി ജോലി നഷ്ടപ്പെട്ടു വരില്ലോ? ഇതിന് മുമ്പ് ഈ അസുഖം കൊണ്ട് നിങ്ങളുടെ ജോലി വല്ലതും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഭാഗ്യത്തിന് ഇതിനു മുമ്പ് എനിക്ക് അങ്ങനെ ജോലി നഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് ഇതിനു മുമ്പ് ജോലി ഇല്ലായിരുന്നു. അച്ഛനുണ്ടായിരുന്നോ? ആടെ, അച്ഛനില്ലാതെ മക്കളുണ്ടാവോളൂ. അതല്ല, നിങ്ങളുടെ അച്ഛൻ ഇതുപോലുള്ള അസുഖങ്ങൾ വല്ലതും ഉണ്ടായിരുന്നോ എന്നാ ചോദിച്ചേ. ഇല്ലായിരുന്നു. നാട്ടിൽ വേറെ ആർക്കെങ്കിലും? മനുഷ്യ, ഞാൻ അതല്ല ചോദിച്ചത്. നാട്ടിൽ വേറെ ആർക്കെങ്കിലും ഇതുപോലെ ഉള്ളത് നാട്ടിലെ പ്രധാന സ്വഭാവം വെച്ച് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അങ്ങനൊന്നുമില്ല. ഉണ്ണിക്കറിയോ? ഉണ്ണിക്കറിയോ? അതെന്തുവാ? അല്ല, ഉണ്ണിക്കറിയാമോ ഇതുപോലുള്ള ഡിപ്രഷൻ കൂടി എന്തെല്ലാം രോഗങ്ങൾ വരും അറിയാവോ? പ്രഷർ വരും, ഷുഗർ വരും, പൈൽസ് വരെ വരും. അയ്യേ, പൈൽസ് വരുമോ? സംശയം ഉണ്ടെ കാണിച്ചു തരാം. പൈൽസ് കാണാൻ നടക്കുമെന്ന് ഞാൻ. അതല്ല, ബാഗിനകത്തുണ്ട്. അയ്യോ, പൈസ ഒക്കെ ബാഗിനകത്തിട്ട് നടക്കുമോ? ഇതിനെ കുറിച്ച് ഒരു പ്രബന്ധം എഴുതി ഞാൻ ബാഗിനകത്തിട്ടുണ്ട്. വേണം ഞാനത് വായിച്ച് കേൾപ്പിച്ചു തരാം. കാണണ്ട, വീട്ടിൽ പോകണം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഗൾഫിൽ എന്തായിരുന്നു ജോലി എന്നാ പറഞ്ഞേ? ഞാനേ ഒരു അറബിയുടെ വീട്ടിൽ വേലക്ക് നിൽക്കുമായിരുന്നു. അവിടെ നിൽക്കുമ്പോ ഇതുപോലെ ടെൻഷൻ ഉണ്ടായിരുന്നോ? ഞാൻ അവിടെ പോയി നിന്നില്ലല്ലോ. അതല്ല, ആ ഗൾഫിൽ നിൽക്കുമ്പോ ജോലി ചെയ്യുമ്പോ ഇതുപോലുള്ള ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നോ? എപ്പോഴും ദേഷ്യം ഉണ്ടാവും. എന്നിട്ട് എപ്പോഴൊക്കെ ദേഷ്യം ഉണ്ടായാലും അറബി എന്നെ ഫുട്ബോൾ കളിക്കാൻ വിളിക്കും. നല്ല അറബിയാ, മാനസികമായിട്ട് ഉല്ലാസം കാണിക്കാൻ വേണ്ടിട്ടായിരിക്കും. അല്ല, ഫുട്ബോൾ കളിക്കുമ്പോ നിങ്ങൾ റെഫർ ചെയ്യാൻ ഇത് ഗോൾ ചെയ്യായിരുന്നോ അതോ ഫോർവേഡ് കളിക്കുമായിരുന്നു? അറബിയുടെ പന്തായിരുന്നു. എന്നിട്ടോ, പക്ഷെ ഞാനിവിടെ പിടിച്ചു നിന്നു. എന്നിട്ട് പിന്നെ അങ്ങനെ ജോലി പോയത്? എന്നിട്ടാ പിന്നെ ഒരു ദിവസം അറബിക്കൊരു അല്ല അറബിക്കൊരു മനസ്സിലായി. അറബിക്കൊരു മോനുണ്ടായി. പിന്നെ അവന് പല്ല് കളിച്ചപ്പോ എന്റെ ജോലി പോയി. അറബിയുടെ മോന് പല്ല് കളിക്കുമ്പോ നിങ്ങളുടെ ജോലി എങ്ങനെ പോകുന്നത്? ഇതേ സെയിം പല്ലായിരുന്നു അവന്. മനസ്സിലായി. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യമാണ് നിങ്ങളുടെ പ്രശ്നം. എടോ, അതല്ലോ ഇത്ര നേരം പറഞ്ഞോണ്ട് പിന്നെ ദേഷ്യം അതെന്റെ മണ്ടക്കൊട്ട് അടിച്ചേപ്പിക്കാന്നു. ഞങ്ങൾക്ക് ഭ്രാന്താന്നോ? ഇത് കേൾക്കാൻ വയ്യായോ? ഞാൻ മനസ്സോട് ചെയ്ത അന്നേരത്തിന് എന്റെ മണ്ടക്കൊട്ട് വരാം. എനിക്കിത് തന്നെ ചികിത്സിക്കാൻ പറ്റുമോ? ചികിത്സിക്കാം. ഒരു കാര്യം ചെയ്യ്, ഇങ്ങോട്ട് നോക്കിക്കേ. എന്റെ ഈ ബോളിലോട്ട് സൂക്ഷിച്ചൊന്ന് നോക്കിക്കേ. എടോ, ഇവിടെ കണ്ടോ, ലോകത്തിലുള്ള എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്. എന്നിട്ട് ഈ കുഴിനഖവും കൊണ്ട് നടക്കുന്നത് എന്തോ ചെയ്യാനെന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്ന ചില കാര്യങ്ങൾക്ക് സത്യസന്ധമായി ഉത്തരം പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് ഇതുപോലെ നേരത്തെ ദേഷ്യം വരുമ്പോ എന്തെങ്കിലും സിംറ്റംസ് കാണിച്ചിട്ടുണ്ടോ? അല്ല, ഒരു ദിവസം അബദ്ധത്തിന് അറബി സിംറ്റംസ് കണ്ടു. അന്നേരത്തിന് അയാൾ പറഞ്ഞു നാളെ മുതൽ നീ പാറ്റിട്ടുണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ലെന്ന്. ഈ ദേഷ്യം വരുന്നത് നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കുന്ന, അങ്ങനെ നേരത്തെ അറിയാൻ പറ്റുന്ന വല്ല കാര്യമുണ്ടോ? പിന്നെ എന്തെങ്ങനെ ദേഷ്യം ഒരാഴ്ച മുമ്പ് എഴുത്തേക്കടാ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. എവിടെ നിന്ന് ഇറങ്ങി വന്നു പോയി? എടോ, ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ദേഷ്യം വരുന്നത് നമുക്ക് നേരത്തെ അറിയാനെന്ന് പറഞ്ഞോണ്ട് പിന്നെ അച്ഛനും അമ്മയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടോ? പാരമ്പര്യം അങ്ങനെയുള്ള കാര്യങ്ങൾ. അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാ. അത് പറ, എന്നാലേ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അമ്മ ഭയങ്കര ദേഷ്യക്കാരി. അച്ഛൻ അഭ്യാസിയാണെങ്കിലും വെറും പാവാ. അച്ഛൻ പാവാ. ഒരു ദിവസം അമ്മ അയൽക്കാരെന്ന് ഭയങ്കര തർക്കം നടക്കുക. തർക്കം മൂത്ത് അവനൊരു ഒറ്റ ചീത്ത വിളി അമ്മയെ വിളിച്ചു. ഈ അഭ്യാസിയായ അച്ഛൻ ചുമ്മാ കണ്ടോണ്ടിരിക്കുവായിരുന്നു. അച്ഛൻ അവിടെ അറിയിക്കേണ്ടത്. അതിന് തർക്കമല്ലോ അവിടെ നടക്കുന്നത്. വേറെ ദിവസം നമ്മുടെ പിന്നെ ഉത്സവത്തിന് നാട്ടി വെച്ച അച്ഛനെ നാട്ടി വെക്കാൻ നിന്റെ അച്ഛൻ എന്നാ കൊടിമരമായിരുന്നു. നിസ്സാര സംഭവം കൊണ്ട് വേണം ഞാൻ ഇത് മാറ്റിത്തരാം. നമ്മളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ദേഷ്യം വരുമ്പോണ്ടല്ലോ, ചിന്ത ചെറുതായിട്ടൊന്ന് മാറ്റിയാൽ മതി. എടോ, ചിന്ത ഒരു കാര്യം എന്തുകൊണ്ട് വെയിറ്റ് ഉള്ള ഒരു ബാഗാണ്. നമുക്ക് ശ്രദ്ധ ഇതിലേക്കാകട്ടെ. ഇതൊന്ന് പൊക്കിക്കേ, ഇതിലേക്കാകട്ടെ. പോകട്ടെ. ദേഷ്യം കുറയുന്നുണ്ടോ? ദേഷ്യം കൂടുക. മലത്തിൽ നോക്ക്. ദേഷ്യം കുറയുന്നുണ്ടോ? ഓക്കെ. റിലാക്സ്.
ഇപ്പൊ ദോഷം കൊണ്ടല്ലോ ദേഷ്യം നമ്മൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചിന്താഗതി മാറ്റുവാണ് അന്നേരം പ്രശ്നങ്ങൾ തീരും. താങ്ക് യു സാർ. ഓക്കെ. പിന്നെ എന്നാ ഞാൻ വീട്ടിലോട്ട് പൊക്കോട്ടെ. വീട്ടിലോട്ട് പോകുന്ന വേറെ കാര്യമുണ്ട്. ഒരുപാട് നാളിന് ശേഷം ഗൾഫിൽ നിന്ന് വരുവാണ്. വീട്ടിൽ ചെന്ന് ദേഷ്യം കാണിക്കരുത്. ഭാര്യയെ കാണുക, ഇങ്ങോട്ട് വിളിക്കുക, ഒരു ഉമ്മ കൊടുക്കുക, കെട്ടിപ്പിടിക്കുക, പിന്നെ കുറച്ചു നേരം നല്ല വെച്ച് അങ്ങിരിക്കുക. സാറിന്റെ വലിയ മനസ്സാണ്. താങ്ക് യു. സാറിന്റെ വീട്ടിലോട്ടുള്ള വഴി എനിക്ക് അറിയത്തില്ല. എന്റെ പെണ്ണുമ്പിള്ള വീട്ടിലോട്ട് പോകുന്ന കാര്യമല്ല പറഞ്ഞേ, ഇയാളെ പെണ്ണുമ്പിള്ള എടുത്ത് പോകുന്ന കാര്യമാണ് പറഞ്ഞേ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ മക്കളൊന്നും ഇല്ലല്ലയോ? അതെങ്ങനെ? എന്റെ ഈ ദേഷ്യം മാറ്റി തന്നതിന് സാറിനെ ദൈവം അനുഗ്രഹിക്കുന്നു. വേറെ കാര്യമുണ്ട്. അല്ല, ഇതൊന്നും ആൾക്കാരും കാണത്തില്ല, ഇവിടെ ആരും ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, എന്റെ ഐഫോണിനകത്ത് ഇതൊന്ന് റെക്കോർഡ് ചെയ്യുമായിരുന്നു. എനിക്ക് ഫേസ്ബുക്കിൽ ഇടായിരുന്നു വീഡിയോ. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. എന്റെ ഇതിനകത്തൊന്ന് റെക്കോർഡ് ചെയ്ത് എന്റെ പേര് ബൂസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അറിയായിരുന്നു. ഹലോ, ഞാൻ ഇരിക്കുന്നിടത്തുണ്ണി ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. ഇദ്ദേഹം എന്റെ അസുഖം മാറ്റി തന്നു. ഡോക്ടർ വിൽസ് എന്റെ അസുഖം മാറ്റി. ഡോക്ടർ വിൽഫ്രഡ് ഡോക്ടർ മുടഞ്ഞ പേര് വിട്ടോണ്ട് വന്നിട്ട് മനുഷ്യനെ അല്ല, ഇനി ചികിത്സിക്കാനാണോ? ചികിത്സിക്കാനല്ല, നിന്നെ കൊണ്ട് പോയെന്ന് ഫുട്ബോൾ കളിക്കാനാടാ. ഇങ്ങോട്ട് ഇവിടെ. അയ്യേ, ഈ നശിച്ച മണ്ണരയുടെ നിന്ന് തോണ്ടിയെടുത്ത് ദൂരെ കളഞ്ഞിട്ട് അയ്യോടെ ഞാനൊന്ന് തിരിഞ്ഞതിനിപ്പുറം മണ്ണര വളർന്നങ്ങ് ഉടുപ്പ് കിട്ടോ. എന്തൊരു മണ്ണര ഇത്? അയ്യോ, ശ്വാസം മുട്ടല. എന്റെ ശ്വാസം മുട്ടല, പക്ഷെ ഞങ്ങളുടെ ശ്വാസമൊക്കെ മൂക്കില. പച്ചക്കറി വന്നിരിക്കും. ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. നീ ആരാ? ഞാൻ ചേനമൂട്ടില്. അപ്പൊ ഈ ചേനമൂട്ടിൽ ആവശ്യമില്ലാത്ത വൃത്തിയായിട്ട് കാണിച്ചു വെച്ചത്. ഏട്ടാ, മനുഷ്യൻ വഴി നടക്കാൻ പറ്റുമോ? അടിക്കും ഞാൻ, കൊല്ലി ഞാൻ. ഈ ചേനമൂട്ടിൽ സുരക്കേ. നീ ചേനമൂട്ടിൽ സുരയ്ക്കോ ചേമ്പ് മൂട്ടിലിട്ട് ഉരയ്ക്കോ? അതല്ല ചോദ്യം. നീ എന്തിനാ വന്നേ? ആരാ? അതന്നെ പറഞ്ഞേ, ഞാൻ ചേനമൂട്ടിൽ സുര. അധികം അറിയപ്പെടാത്ത ഒരു കള്ളനാ. അറിയപ്പെടാത്ത കള്ളനാ? അതെന്തുവാ? പ്രശസ്തി എനിക്കിഷ്ടമല്ല. എന്താണ് നിന്റെ പേര്? കൈ മാറ്റിയിട്ട് പറയടാ. എടാ പ്രാന്താ, നിന്റെ കൈ മാറ്റിയിട്ട് പറയാൻ. വിത്തിട്ടെടുത്ത് മുരളി. അപ്പൊ പ്രസവിച്ചല്ല, വിത്തിട്ടെടുത്തതാണ്. വിത്തിട്ടെടുത്തത് എന്റെ വീട്ടുപേരാ. ഇങ്ങോട്ട് നീങ്ങി. ഭയങ്കര തറവാടിയാണ്. തറവാടി ഇങ്ങോട്ട് നീങ്ങുന്നേ. ഇതിനകത്ത് എന്ത് വന്നറിയാവോ? അറിഞ്ഞൂടാ. ഞാൻ മോട്ടിച്ചോണ്ട് വന്ന സ്വർണ്ണമാ. പകുതി തരാം. ഇത് കണ്ടോ, സ്വർണ്ണമാ മൊത്തം. എനിക്ക് എവിടുന്നാ മോട്ടിച്ചേ? ഞാൻ ചന്തി ഊരി വെച്ച ഒരാളെ പരിചയപ്പെട്ടായിരുന്നു. നമ്മളൊരാളിനെ പരിചയപ്പെടുമ്പോ അങ്ങനെയൊക്കെ ചെയ്യണോ? ചന്തി ഊരി വെച്ചിട്ട് പരിചയപ്പെട്ടു? എന്റെ ദൈവമേ, ചന്തിരൂര് വെച്ച് ഞാൻ ഒരുത്തനെ പരിചയപ്പെട്ടായിരുന്നു. അവന്റെ വീട്ടിൽ കയറിട്ട് ഞാൻ അടിച്ചോണ്ട് വന്നതാ. ഇത് കണ്ടോ, 100 പവനുണ്ട്. പോലീസ് പിടിച്ചാലോ? പോലീസ് പിടിച്ചാലും 100 പവനേ കാണത്തുള്ളൂ. അതല്ലെന്ന്. കേസ് വരത്തില്ലയോ? കേസ് വരുവാണെങ്കിൽ പകുതി കേസ് നിങ്ങൾ ഏറ്റെടുത്തോളൂ. പകുതി കേസ് ഞാൻ ഏറ്റെടുക്കത്തില്ല. പകുതി സ്വർണം വേണോ? പകുതി കേസ് ഞാൻ ഏറ്റെടുക്കും. തനി തങ്കം അറിയാവോ? അയ്യോ, നോക്ക്. ഇത് കൊള്ളാലോ പണി. അല്ല, ഇയാളെങ്ങനെ കള്ളനായേ? ഞാനിത് പകുതി ആക്കിട്ട് പറഞ്ഞാ പോരായോ? അല്ലല്ല, ആദ്യം മുതൽ പറയണം, എനിക്ക് മുഴുവൻ കേൾക്കണം. അതല്ല, ഇത് പകുതി ആക്കിട്ട് പറഞ്ഞാ പോരായോന്ന്. അപ്പം ഇത് നിന്റെ പകുതി, ഇതെന്റെ പകുതി. അപ്പൊ ഞാൻ കള്ളനായത് അങ്ങനെയാണെന്നാ നിനക്ക് അറിയേണ്ടത്. അതെ. അത് സത്യത്തിനുണ്ടല്ലോ, ഞങ്ങളുടെ അച്ഛനും ഉണ്ടല്ലോ ഇതുപോലായിരുന്നു. അറ്റത്ത് താലി തൂങ്ങി കിടപ്പുണ്ടായിരുന്നു. അതല്ല, ഞങ്ങളുടെ അച്ഛനും ഇതുപോലെ കള്ളനായിരുന്നു. പക്ഷെ ഞങ്ങളുടെ അമ്മയ്ക്കുണ്ടല്ലോ ഇതൊന്നും ഇഷ്ടമല്ലായിരുന്നു. ഞങ്ങളുടെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ വെക്കണു. അതല്ലെന്ന് പറഞ്ഞത്. ഞങ്ങളുടെ അച്ഛൻ കള്ളനായത് ഞങ്ങളുടെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഗ്രഹപ്പണിക്കുണ്ടല്ലോ ഞങ്ങളുടെ അച്ഛനെ പോലീസുകാർ പിടിച്ചു. ഒരു 4 വർഷത്തോളം അച്ഛൻ ജയിലിലായിരുന്നു. ഞങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അച്ഛനെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. പിന്നെ ഇപ്പൊ എന്തിനാ തിരിഞ്ഞു നോക്കിയത്? തിരിഞ്ഞു നോക്കിയതോ? അല്ല, നിങ്ങൾക്ക് തന്നെ വളരായിരുന്നല്ലോ. പിന്നെ തന്നെ എനിക്ക് വളരായിരുന്നു. തന്നെ വളരാ. പക്ഷെ എനിക്ക് അങ്ങനെ അച്ഛന് ജയിലിലായിരുന്നല്ലോ. അച്ഛൻ ഇറങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് അതൊക്കെ ഭയങ്കര സങ്കടമായി പോയി. അച്ഛനാണെങ്കിൽ ഇങ്ങനെ എല്ലുപോടായിട്ട് എല്ലും തോലുമായി. എനിക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ പോയാതെ ഞാൻ മുഖം പൊത്തി അങ്ങ് കരഞ്ഞു കേട്ടോ. അത് പറഞ്ഞ് ഇങ്ങനെ അല്ല, ഞാൻ അന്ന് തീരുമാനം എടുത്തു, ജീവിതത്തിൽ ഒരു സമയത്തും ഞാൻ ഇനി കരയത്തില്ലെന്ന്. ഇത് മൊത്തം കരഞ്ഞായിരുന്നു. ഇത് തീർന്നേനല്ലോ. ഏത് തീർന്നേനെ? സുങ്കടമോ? അല്ല, സങ്കടം തീർന്ന എനിക്ക് പിന്നെ സങ്കടം ഉണ്ടായി. പിന്നെ അന്ന് ആ സമയത്താണെന്നുണ്ടെങ്കിലോ ഞങ്ങളുടെ അമ്മ അങ്ങ് മരിച്ചുപോയി. എനിക്ക് പിന്നെ സങ്കടം. ഞാൻ അന്നേരം മുഖം പൊത്തി ഇങ്ങനെ കരയാൻ വന്നിട്ട് കരഞ്ഞില്ല. മുഖം പൊത്തി കരയാത്ത പാട്ടിയാടാ നീ? പാട്ടി അല്ല, ഞാൻ അന്നേരം ഒരു ശപഥം ചെയ്തായിരുന്നല്ലോ, ജീവിതത്തിൽ ഒരിക്കലും കരയത്തില്ലെന്ന്. ആ സമയത്ത് എനിക്കൊരു പങ്കാളിയെ കിട്ടി.
അതായത് എന്റെ ഒരു കൂട്ടുകാരൻ, ഞാനും അവനും കൂടെ ആയിരുന്നു. പിന്നെ അവൻ ഭയങ്കര മോഷണമായിരുന്നു. അയ്യോടാ, കിട്ടുന്നത് പപ്പാതി. അത് ന്യായമായിട്ടുള്ള കാര്യം. പക്ഷെ അവൻ എന്റെ പന്ന പരിപാടി കാണിച്ചു. എന്തുവാ? ഇതുപോലെ ഞങ്ങൾ സ്വർണം എടുത്ത് പകുത്ത് വെച്ചിരിക്കുവായിരുന്നു. അങ്ങനെ പകുത്ത് വെച്ചപ്പം എന്റെ സ്വർണത്തിനകത്തുനിന്ന് അവൻ കുറച്ച് സ്വർണം എടുത്ത് അങ്ങ് മാറ്റി. അയ്യോ, അത് തെറ്റല്ലേ അവൻ ചെയ്തത്? തെറ്റല്ലേ അവൻ കാണിച്ചേ? ആ പട്ടിയെ ഞാൻ കൊന്നു. എങ്ങനെ കൊന്നു? എന്റെ പിച്ചാത്തി കണ്ടോ? ഈ പിച്ചാത്തി കൊണ്ട് വെട്ടി 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 വെട്ടിക്കൊന്നു. പിന്നെ ഞാൻ ആലോചിച്ചപ്പോഴാ അവന്റെ കഷ്ടപ്പാട് കൊണ്ട് അവൻ എടുത്തതല്ലയോ. അവനോട് എനിക്ക് അങ്ങ് ക്ഷമിക്കായിരുന്നു. നമ്മൾ ഈ എടുത്തിയാടി ഒന്നും ചെയ്യരുതല്ലേ? എടുത്തു ചാടി ഒന്നും ചെയ്യരുതായിരുന്നു. ഏതായാലും ഈ സ്വർണ്ണമൊക്കെ കിട്ടിയോണ്ട് നിനക്ക് സന്തോഷമായല്ലോ. എനിക്ക് അന്ന് എന്റെ കടമെല്ലാം തീർക്കാമല്ലോ. കടമുണ്ടായിരുന്നില്ലയോ? പിന്നെ എനിക്കൊരു അമ്മാവനുണ്ടെന്ന്. അമ്മാവൻ ആരാന്നറിയാവോ? അമ്മാവൻ ആരാ? അമ്മയുടെ ആങ്ങളാ. ഞങ്ങളോട് അമ്മയുടെ അപ്പച്ചിയാ. അല്ല, ഈ അമ്മാവനാണെ മക്കളില്ലായിരുന്നു. അയ്യോടാ പാവം. മക്കളില്ലാഞ്ഞിട്ട് ഈ അമ്മാവന്റെ സ്വത്ത് മൊത്തം അങ്ങ് പോയി. അയ്യോ, മക്കളില്ലാഞ്ഞിട്ട് ഈ പുള്ളിയുടെ സ്വത്ത് എവിടെ പോയി? ഈ മക്കത്തായത്തിലും മരുമക്കത്തായത്തിലും വലിയ സ്വത്തൊക്കെ പോകുന്നത്. അത് തന്നെ ശരിയാ. അമ്മാവന്റെ ആണ് മാധവിത്തായത്തിലാ പോയി. മാധവിത്തായോ? എന്തുവാ? അമ്മാവന്റെ ഒരു ആളുണ്ടായിരുന്നു മാധവി. മൊത്തം അടിച്ചു അടിക്കൂടെ പോയി. ഇത്രയും സ്വത്തുമൊക്കെ അങ്ങനെ പോവോ? ഓ, ഒറ്റ ഉമ്മയ്ക്ക് ഒരു സെന്റ് അല്ലയോ എഴുതി കൊടുക്കുന്നത്? പിന്നെ കിടക്കുന്നു. പിന്നെ ഞങ്ങളുടെ അച്ഛനുണ്ട്, ഗൾഫിലാ, ഭഗീരഥൻ പിള്ള നായരാ. ഞങ്ങളുടെ അമ്മയുടെ നായര്. എന്നിട്ട് അമ്മാവനുണ്ടല്ലോ, ഇയാള് കേസുണ്ടാക്കി ഒരുപാടങ്ങ് ഉണ്ടാക്കിയെന്ന്. അപ്പൊ നിങ്ങൾ അച്ഛനൊന്നും ഉണ്ടാക്കിയില്ലയോ? എന്നെയും ചേട്ടനെ പഠിപ്പിച്ച് ഇത്രയൊക്കെ ആക്കി. അത്രേ ആക്കിയുള്ളൂ. അത് ശരി. എന്നിട്ട് ഈ അമ്മാവൻ ചെയ്തത് അറിയാവോ? എന്റെ സ്വത്ത് മൊത്തം കള്ളപ്രമാണം ഉണ്ടാക്കി എഴുതി അങ്ങ് എടുത്തെന്ന്. അപ്പൊ നിനക്ക് സ്വത്തുണ്ടായിരുന്നോ? കൊള്ളാം. അതുകൊണ്ട് അങ്ങോട്ട് നോക്കി ഒങ്ങോന്നുണ്ടോ ഒറ്റത്ത് അവിടെ മുതല് ഇവിടം വരെ എന്റെ സ്വത്തായിരുന്നു. ഇവിടം വരെ നിങ്ങളുടെ സ്വത്തായിരുന്നു? അതെ അതെ. അവിടം തൊട്ട് നോക്കിക്കോണം, ഈ സ്വർണ്ണം കിടക്കുന്ന സ്ഥലം കണ്ടോ ഇങ്ങനെ, ഇവിടം വരെ എന്റെ സ്വത്തായിരുന്നു. നിങ്ങളുടെ സ്വത്തായിരുന്നു? അതെ അതെ. അങ്ങനെ പറയണം. ഏതായാലും ഇത്രയൊക്കെ സംഭവങ്ങളൊക്കെ ആയല്ലോ. ഇപ്പൊ അഴകേന്ദ്രൻ ഇവിടെ ശരിയാകത്തില്ല. അപ്പൊ നമ്മൾ പപ്പാതി ബാധിച്ചിട്ടുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യും, എന്റെ പങ്ക് ഞാനതങ്ങ് എടുക്കും. അല്ല, അതാ നല്ല സ്വർണ്ണം. അത് നല്ല സ്വർണ്ണമാണെങ്കിൽ നിനക്ക് കടങ്ങളും ബാധ്യതകളും ഒക്കെ ഉള്ളതല്ലയോ? അതെ. അല്ല, നിനക്ക് കടങ്ങളും ബാധ്യതകളും ഒക്കെ ഉള്ളതുകൊണ്ട് നീ ആ സ്വർണ്ണം മുഴുവൻ എടുത്തു. ഞാൻ എന്റെ ഈ സ്വർണ്ണം അങ്ങ് എടുക്കുക. ഇത് കണ്ടോ, ഞാൻ എന്റെ സ്വർണ്ണം അങ്ങ് എടുക്കുക. നമ്മൾ പങ്കാളികളാണല്ലോ. നമ്മൾ പങ്കാളികളൊക്കെ ആണല്ലോ. എന്റെ സ്വർണ്ണം എല്ലാം എടുത്തിട്ട് പോട്ടെ. പങ്കാളികളാ. നിന്റെ കേസ്, സ്വർണത്തിന്റെ കേസ് പകുതി ഞാൻ ഏറ്റെടുക്കണം. ഇതിന്റെ കേസ് വരുവാണെങ്കിൽ പകുതി നീ ഏറ്റെടുത്തോണം. ഞാൻ ഏറ്റെടുക്കും. അപ്പൊ എന്റെ കേസിന്റെ പകുതി നീ ഏറ്റെടുത്തോണം. നിനക്ക് എന്തോ കേസാ ഉള്ളത്? ഞാൻ പറഞ്ഞില്ലേ, ചതിച്ച അമ്മാവൻ ആ പട്ടിയുടെ തലക്കടിച്ച് കൊന്ന് കുഴിച്ചിട്ടോണ്ടിരിക്കുക. പങ്കാളി